എത്രയാണ് നബിയെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരമെന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. നബി തങ്ങളെ എത്രയാണ് മാ ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? ഒരു റൊട്ടി വേണം, റൊട്ടിക്ക് കറി വേണം, പാല് വേണം, ഒട്ടകം വേണം, ആടിൻകുട്ടി വേണം എന്ന് നബി തങ്ങളോട് ആളുകൾ വന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഹബീബിന്റെ മജ്ലിസിലിരിക്കുന്ന സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഭംഗി നോക്കൂ. എത്രയാ നബിയെ ആകാശവും ഭൂമിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 500 വർഷത്തെ വഴിദൂരമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെയോ പ്രഗത്ഭരായ സയന്റിസ്റ്റുകളുടെയോ തിയറികൾ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നു. അറിവിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയി. എന്താണ് പറഞ്ഞതിന്റെ ആശയം? അത് ഇന്ന് മനസ്സിലായി. എന്താണ് 500 years? അവര് ചോദിച്ചു, നബിയേ, ഒന്നാം ആകാശത്ത് നിന്ന് രണ്ടിലേക്കുള്ള ദൂരം എത്രയാണ്? പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ലോകത്തിന്റെ ബൗണ്ടറിയാണ്, ബോർഡറാണ്. നക്ഷത്രങ്ങളും കഴിഞ്ഞു പോകണം. അങ്ങനെ ഒരു ബൗണ്ടറി ഇന്ന് പോലും സയൻസ് കണ്ടെത്തിയിട്ടില്ല. ഒന്നാം ആകാശം എവിടെയാണെന്ന് എന്ന് സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെയാ ഒന്നാം ആകാശം? ഖുർആൻ പറഞ്ഞു 7 ആകാശങ്ങൾ. 7 സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. 7 layers of heavens, one above the other. ഒന്നിന് മീതെ മറ്റൊന്നായി 7 ആകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. ആ ഒരു ആകാശത്തിന്റെ താഴെയാണ് വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. We have decorated the lowest sky with the lamps of stars. നക്ഷത്രങ്ങൾ എന്ന വിളക്കുകളാൽ ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുകയാണ്. സൂറത്തു തബാറക എന്ന് ഓതിയാൽ രാത്രി ഓതുന്നവർക്ക് ഖബർ ശിക്ഷയില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ ഒരു പരിശുദ്ധമായ സൂറ. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രങ്ങൾ വരുന്നത് എന്ന് 6-ാം നൂറ്റാണ്ടുകാരന് പഠിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണിത് ഖുർആൻ. നമ്മൾ മേലോട്ട് നോക്കിയതൊക്കെ ആകാശം എന്ന് പറയും. ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിലായി ഇതൊക്കെ കിടക്കുന്നത്. ആ ആകാശമല്ല വിശുദ്ധ ഖുർആൻ പറയുന്ന സമ. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളെന്ന വിളക്കുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഖുർആൻ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആലോചിക്കണം. ഇതാണ് ഈ ഖുർആൻ. നിസ്സാരമാണോ? യുഖവ്വിറുൽ ലൈല അലൻ നഹാർ, പകലിന്റെ മേൽ രാത്രിയെ അല്ലാഹു മൂടുപദം പുതപ്പിക്കുന്ന പോലെ പുതപ്പിക്കുന്നവനാണ്. ഓവർലാപ്പ് ചെയ്യുന്നവനാണ്. അല്ലാഹു പുതപ്പിക്കുകയാണ്. പുതപ്പിക്കുക എന്ന് പറയുന്നത്, യുഖവ്വിറു എന്ന് പറയുന്നത് ഖുറത്ത്, ഉരുണ്ട ഒരു സാധനത്തെ കവർ ചെയ്യുന്നതിനാണ് യുഖവ്വിറു എന്ന് പറയാ. അപ്പോഴാണ് മെല്ലെ മെല്ലെ രാവുകളാകുന്നത്, മെല്ലെ മെല്ലെ പകലുകളായി ഓരോ ഭൂമിയുടെ പ്രദേശങ്ങൾക്കും ബോധ്യപ്പെടുന്നത്. ഇപ്പൊ നട്ടുച്ച നേരം നടക്കുന്ന സ്ഥലമാണ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ഇപ്പൊ നട്ടുച്ച നേരം ആയി തുടങ്ങാൻ. ഉച്ചക്ക് 11 മണിയായിരിക്കും ചിലപ്പോ ന്യൂയോർക്ക് ടൈം നോക്കിയാൽ. ആലോചിച്ചു നോക്കൂ. അവിടെ പകലായി. അപ്പൊ പകലാണ്, നമുക്കിപ്പോ രാത്രിയാണ്. നമ്മളിപ്പോ രാത്രി ഇങ്ങ് മുന്നോട്ട് പോന്നു. ഇപ്പോ മഗ്രിബായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോഴും അസ്ർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഫജറായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. ഭൂമിയെ അല്ലാഹു ഒരു ബൗളിനെ പോലെ, ഒരു ഗോളാകൃതിയിലുള്ള സാധനത്തെ അല്ലാഹു പുതപ്പിക്കുന്ന. അതിനാണ് യുഖവ്വിറുൽ ലൈല അലൻ നഹാർ. ഇത് പറഞ്ഞത് ഭൂമി ഫ്ലാറ്റ് ആണ് എന്ന് പറയുകയും the doorway to hell is open there.
അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കരകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് നരകമാണ് തുടങ്ങുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന കൊളംബസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. കെപ്ലർ വോയേജ് നടത്തുന്നതിന്റെ മുമ്പ് ഭൂമി കഴിഞ്ഞാൽ പിന്നെ നരകത്തിന്റെ കുഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പലക നിൽക്കുന്ന പോലെയാണ് ഭൂമി എന്ന് വിശ്വസിച്ചത് കേവലം 300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 300 കൊല്ലം മുമ്പ് ഭൂമി പരന്നതാന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1400 കൊല്ലം മുമ്പ് അത് പരന്നതാണെന്ന് തോന്നുന്നുവല്ലേ? കൈഫ സുതിഹത്, ഉരുണ്ട ഒരു സാധനത്തെ ഇങ്ങനെ പരത്തിത്തന്ന അള്ളാഹുവിന്റെ എഞ്ചിനീയറിംഗ്. അതാണ് അല്ലാഹു വഇലൽ അർളി കൈഫ സുതിഹത്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ? അത് നിങ്ങൾക്ക് പരന്നതുപോലെ ഫീൽ ആവുന്നു അല്ലെ? ഉരുണ്ട ഒരു സാധനം, ഈ ഉരുണ്ടൊരു ഗ്ലോബിനകത്ത് 2/3 ഭാഗം വെള്ളമാണ്. ഒരു പന്തിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ എല്ലായിടത്തേക്കും അങ്ങ് ഒഴുകിയെത്തൂലേ? എന്നാൽ ഭൂമിയിലെ കടലുകൾ കരയിലേക്ക് കരകയറി വരുന്നുണ്ടോ? കാപ്പാട് ബീച്ച് നമ്മുടെ അടുത്തല്ലേ ഉള്ളത്. ആ ബീച്ചിൽ വെള്ളം നിൽക്കുകയാണ്. ഉരുണ്ടൊരു സാധനമാണെങ്കിൽ ആ വെള്ളങ്ങൾ കവിഞ്ഞു വരണം. പക്ഷേ ഭൂമിയെ അല്ലാഹു സുതിഹത്, എങ്ങനെ പരത്തി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ എഞ്ചിനീയറിംഗ്, ആ എഞ്ചിനീയറിംഗിന്റെ മഹാത്ഭുതം അറിയാനാണ് അള്ളാഹു ചോദിക്കുന്നത്. ദ്രാവകമായി കിടക്കുന്ന ജലം, കോടിക്കണക്കിന് ഗാലൻ വോള്യൂമിൽ കിടക്കുന്ന വെള്ളം, ക്യൂബിക് വോള്യൂം കിടക്കുന്ന വെള്ളം നമ്മുടെ കരകളെ അതിജയിച്ച് കരകളിലേക്ക് കരകവിഞ്ഞൊഴുകി ഭൂമിയുടെ കരയെ അങ്ങ് മുക്കിക്കളയുന്നില്ലല്ലോ. കടലുകളെ കരയിൽ നിർത്താൻ മാത്രം മനോഹരമായ രീതിയിൽ ഭൂമിയുടെ എഞ്ചിനീയറിംഗ് നിർവഹിച്ചതാരാണ്? നിങ്ങൾ ആലോചിക്കണമെന്ന് ചോദിച്ചത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ മനുഷ്യന്റെ ധൈഷണികതയെ, മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ യുക്തിയെ, മനുഷ്യന്റെ റീസണിംഗ്, ഇതിനെ തൊട്ടുണർത്തിയ അള്ളാഹുവിന്റെ വചനമാണ് നമ്മുടെ കൈകളിൽ കിടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ.